ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലെമൺ കൊറിയാണ്ടർ നൂഡിൽസാണ്. വളരെയധികം ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ഉറപ്പായും ട്രൈ ചെയ്യണം. ഇനി നിങ്ങൾ നൂഡിൽസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സൂര്യ നൂഡിൽസിൻ്റെ 2 പാക്കറ്റാണ്. ഇതിൽ തന്നെ മസാല ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2 പാക്കറ്റ് നൂഡിൽസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ നൂഡിൽസ് ആവശ്യം വരുന്നത് അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഈ ഒരു പാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അതിനായി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഈ ഒരു പാത്രം നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ചൂടാവുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച നൂഡിൽസ് ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് മൊത്തത്തിലായിട്ട് ഈ പാത്രത്തിലിട്ട ശേഷം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, നൂഡിൽസ് വേവുന്നത് വരെ. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് ഈ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. അതിനായി നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയ ശേഷം ഈ ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അതിന് കുറച്ച് സമയം പാൻ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും ഓയിൽ മതിയാകും. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള നന്നായി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാള മൊത്തത്തിലായി നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായി ഇങ്ങനെ തന്നെ ഇളക്കാം. നമ്മുടെ സവാള ഈ ഒരു രീതിക്ക് വരുന്നത് വരെ നമുക്ക് നന്നായി ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇടേണ്ടത് നേരത്തെ നമ്മുടെ നൂഡിൽസിൻ്റെ ഒന്നിച്ച് കിട്ടുന്ന മസാലപ്പൊടികൾ എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നൂഡിൽസിൻ്റെ ഒന്നിച്ച് തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും നന്നായി ഇങ്ങനെ തന്നെ ഇളക്കാം. മസാലപ്പൊടീൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കാം. ഇനി അടുത്തതായി നമ്മളിടുന്നത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി നന്നായി അരച്ച് പേസ്റ്റാക്കിയത് 1 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അത് ഇട്ട ശേഷം നമുക്ക് വീണ്ടും തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതൊരു 30 സെക്കൻഡ് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്കിനി സോസുകൾ ആഡ് ചെയ്യാം. അതിനായി ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി അടുത്തതായി എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി അടുത്തതായി നമ്മൾ എടുക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസ്. അങ്ങനെ 3 സോസും ഇട്ട ശേഷം തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 1 മിനിറ്റ് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മല്ലിയില എടുക്കാം. അങ്ങനെ മല്ലിയില മൊത്തത്തിലിട്ട ശേഷം വീണ്ടും നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലെമൺ ഇങ്ങനെ പിഴിഞ്ഞിടാം. അങ്ങനെ 1/2 ലെമൺ നമുക്ക് നന്നായി ഇങ്ങനെ ഇടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് വേവിച്ചത് നമുക്കിതിലേക്ക് ഇടാം. നേരത്തെ ഞാൻ നൂഡിൽസ് വേവിക്കാൻ വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് നൂഡിൽസ് മാത്രമായിട്ട് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ നൂഡിൽസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യാം. മസാലകൾ മുഴുവനായി നൂഡിൽസിൽ പിടിക്കും വിധം നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മസാല ഉണ്ടാക്കുമ്പോഴോ പിന്നെ നൂഡിൽസ് വേവിക്കുമ്പോഴോ നമ്മൾ ഒരു തരത്തിലും ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കേണ്ടതില്ല. ഉപ്പ് നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാലയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാരണവശാലും ഉപ്പ് ചേർക്കാൻ പാടുള്ളതല്ല. അങ്ങനെ നമ്മുടെ ലെമൺ കൊറിയാണ്ടർ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ലെമൺ കൊറിയാണ്ടർ മാഗിയുടെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇനി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് ചെയ്ത് നോക്കണം. പ്ലേറ്റ് കാലിയായതേ നിങ്ങൾക്കറിയില്ല. അത്രയും കിടിലൻ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.